ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൈബർ സോൾ ഗെയിമിംഗ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോൾ വിത്ത് എ സ്ക്വാഡ് ഫുൾ ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ബാർസലോണ പ്ലെയേഴ്സ്. നേരെ സ്ക്വാഡ് ബിൽഡിങ്ങിലോട്ട് കടക്കാം. ഇതായിരിക്കും ഫോർമേഷൻ. നമുക്ക് നേരെ പോയി നമ്മളെ ഗോൾ കീപ്പർ പൊസിഷൻ നമുക്ക് ജിക്കാലോട്ട് നേരെ ടെർ സ്റ്റെഗനെ കൊണ്ടിടാം. ഇത് നോയറാതെ ടീമുടാ ബയൺ മുനിക്. ആകെ ഗോൾ കീപ്പറായിട്ട് നമ്മൾ ടെർ സ്റ്റെഗൻ ആണ്. 95 ടെർ സ്റ്റെഗൻ എന്താ? അപ്പോൾ മാനേജർ ഇട്ടില്ല. മാനേജർ നമ്മളൊരു ബാർസലോണ പ്ലെയർ തന്നെയാണ്, ജോഹാൻ ക്രൈഫ്. ഇപ്പോൾ സെറ്റ് ഓക്കെ. മാനേജർ ടീം പ്ലേ സ്റ്റൈല് പൊസിഷൻ ഗെയിം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സി വിയിലോട്ട് പോവാം. സി വി ആണ് എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു ഡൗട്ട്. കാര്യം മിക്കവാറും നമുക്ക് പ്ലേയേഴ്സിനെ വാങ്ങാം കേട്ടോ. നമ്മൾ ഈ ഇത്ര പൊസിഷനിൽ പ്ലേയേഴ്സ് ഇട്ടിട്ടുണ്ട്. ഈ ബാർസയെ കളിച്ച് ആരൊക്കെ ഉണ്ട്? ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലേ ടെക്കമിനി. ഫസ്റ്റ് നമ്മൾ നേരെ നമ്മളെ അണ്ണനെ കൊണ്ടിട്ടിട്ടുണ്ട്, ജൂലസ് കുണ്ടേ അല്ലാതെ വേറെ ആരുണ്ടാ? ബാർസയെ കളിക്കുന്ന ഒരുത്തനും ഇല്ലേടാ എൻ്റെ കയ്യിൽ. ഇനി അതേ ഉള്ളൂ ഓപ്ഷൻ. നമുക്ക് ട്രെയിനിങ് അലോഡഡ് അല്ല. ഇനി വാങ്ങണ പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ അലോഡഡ് അല്ല. ഓക്കെ, ആ പോയിട്ട് ഫിൽറ്ററിൽ പോയിട്ട് പൊസിഷൻ സി ബി. നാഷണാലിറ്റി അല്ലല്ലോ, ക്ലബ് ടീംസ് യൂറോപ്പിലല്ലോടാ പറഞ്ഞ. സ്പാനിഷ് ലീഗിലല്ലല്ലോ പറഞ്ഞ, സൗത്ത് അമേരിക്കയിലായിരിക്കും. യൂറോപ്പ് സ്പാനിഷ് ലീഗ് ഇതായി അടങ്ങി. എഫ് സി ബാർസ നമ്മൾ 2 സി ബിനെ സൈൻ ചെയ്യണമുണ്ട്. കുബറാസി, വെൽക്കം ടു മൈ ടീം. പാവു കുബറാസിനെ നമ്മൾ നേരെ കുബറാസിനെ സൈൻ ചെയ്തിട്ടുണ്ട്. കൂടെ കളിക്കാൻ ഇനീഗോനെ നമ്മൾ സൈൻ ചെയ്യണമുണ്ട്. ഇനീഗോ പ്ലസ് കുബറാസി ഡിഫൻസ്. നമ്മൾ ഡിഫൻസ് സെറ്റായിട്ടുണ്ട്. ഇനിയാണ് വരണത് ചടങ്ങ്. ഗെയിം പ്ലാൻ എടുക്കണം. നമ്മൾ നേരെ സി ബി എന്നല്ലേ കിടക്കണം. നേരെ പയ്യനെ പിടിച്ചാൽ കിട്ടാതെ ബാൾഡനിടാം. ഓക്കെ, ഇതാണ് നമുക്ക് കുബറാസിനെ കൂടെ ഇടാം. കുബറാസി. ഇനിയാണ് AMF CMF പൊസിഷൻ 3 നേരിട്ട് CMFും AMFും DMF നമുക്ക് നേരെ കൊടുത്തു നോക്കാം. പാസ്റ്റും പ്രസൻറ്റും ഉപയോഗിക്കും കിട്ടുമോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറയണ്ട. ഇതിലെ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റി. ഞാൻ 2 ഓക്കെ, അടുത്ത പൊസിഷനിലോട്ടും കളിക്കാരായിട്ടുണ്ട്. ആരുടെ അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമുക്ക് ആ മൈൻഡ് ചെയ്യണ്ട അത്ര അങ്ങോട്ട്. വിസ്ക തല്ലൂന്ന. ഇത് ഡാനി ഉള്ളമോ അല്ലേ തന്നെ? ഇതേത് പ്ലെയർ?
ഫെർമിൻ ലോപ്പസിന് നമ്മൾ കയറ്റുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇനിയാണ് മെയിൻ ചടങ്ങ് വരണത്, സ്ട്രൈക്കിങ്. ഇതിലാട്ട് നമുക്ക് സീൻ പ്ലെയേഴ്സ് ഉണ്ട്. ഇനി എന്നെ ഹൈ ലെവലിലോട്ട് പോകണം. ഇനി പൊസിഷൻ മാറ്റി DMF CMF മാറ്റണം. LW S RMF അല്ല LMF. ഈ എല്ലാ പൊസിഷനിലും നമുക്ക് ഓരോ പ്ലെയറിലോട്ട് കിട്ടിയ സെറ്റ്. സെറ്റാണോ? ഫെർമിൻ ലോപ്പസ് LMF കളിക്കും. പെഡ്രി നീ ബാക്ക് കളി. മെസ്സി നീ ഫ്രണ്ട് കളി. മെസ്സിയാണ് ക്യാപ്റ്റൻ. പിന്നെ ലാമിൻ ജമാലെ പണി തന്നൂട. ഓക്കെ, അപ്പൊ CF കളിക്കണ്ടേ? ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഒരു സ്ട്രൈക്കറിനെ കൂടെ വേണം. അതും ബാർസ എന്നുള്ള ഒരു സ്ട്രൈക്കറിനെ തപ്പി ഞാൻ എങ്ങോട്ട് പോവായി. ഇതാണ് സ്ക്വാഡ് നിലവിൽ, നിങ്ങൾ നോക്കി വെച്ചോ. അറിയില്ല, അന്നാ സ്ട്രൈക്കിങ് ഇറക്കണം. നമ്മളെ മിഡിൽ കൂടുതൽ ആൾക്കാരെ ഇറക്കി സ്ട്രൈക്കിങ് ഒറ്റയ്ക്ക് കൊടുക്കുകയാണ് ഗില്ലിക്ക്. സെറ്റ്. ഇതാണ് നമ്മളെ സ്ക്വാഡ്. ഇത് വെച്ച് നമ്മളൊരു മാച്ച് കളിക്കുന്നതാണ്. ജയിച്ചാൽ ജയിച്ച്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് അലൗഡഡ് അല്ല. ഈ ഫുട്ബോൾ ലീഗ് PvP കാറ്റഗറി. റാങ്ക് ഒന്നും നോക്കണ്ട. ഞാൻ ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഗെയിമിൽ കയറണമായിരുന്നത്. ഇതിട്ടോട്ട് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അലൗഡഡ് അല്ല. നമുക്ക് നമ്മൾ തൽക്കാലത്തേക്ക് ഞാൻ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഒരു ബാർസ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്ക്വാഡ്. ഞാൻ അറിഞ്ഞില്ലേ ഇത്ര കിടിലം ബാർസ പ്ലെയേഴ്സ് എൻ്റെ ടീമിലുള്ളതായിട്ട്. മാച്ച് മേക്കിംഗ് ഇൻ പ്രോഗ്രസ്. സീമോർ നമുക്കൊരു കിടിലം മാച്ച് ഒപ്പോണൻറ്റിനെ കിട്ടുമായിരിക്കും. ലെറ്റ്സ് ലുക്ക് ഫോർ ആൻ ഒപ്പോണൻറ്റ്. നല്ല വല്ല കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം നമുക്കുള്ള ഹൈ ലെവൽ ടഫ് ഒപ്പോണൻസ് ആണ് ഗൈസ്. ടഫ് ഒപ്പോണൻസ്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ തോപ്പിക്കുമ്പോൾ ഒരു രസം കാണും. വല്ല ജമാലിനെയൊക്കെ പിടിച്ചോണ്ട് വാടാ. നമുക്ക് ലാമിൻ ജമാലുണ്ടാ. നമ്മളെ ജമാലെണ്ണം പിടിച്ചിരിക്കും. നമ്മൾ അറ്റാക്ക് സ്ട്രോങ് ആണ്. മെസ്സി, പെഡ്രി, മറഡോണ, ഗില്ലി എല്ലാം നമുക്ക് നല്ല കിണ്ണം പ്ലേയേഴ്സ് ഉണ്ട്. അറ്റാക്കിങ് നോക്കാണ്ട് ആവശ്യമല്ല. നല്ലൊരു കിണ്ണം കാച്ചി സ്ക്വാഡല്ല അപ്പുറത്തുള്ളത്. നമ്മൾ സ്ക്വാഡ് നോക്കത്തില്ല. ഞാൻ പറഞ്ഞു. ഓപ്പോണൻ്റെ സ്ക്വാഡ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഞാൻ എടുത്ത ഓപ്പോണൻ്റ് അല്ല, തനിയെ വന്ന ഓപ്പോണൻ്റാണ്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക്. അണ്ടാ ബട്ട് നമ്മളെ സ്ക്വാഡ് അത്രയ്ക്ക് പൊളിയല്ല. ഡിഫൻസ് ഇല്ല. ബട്ട് ആ സ്ക്വാഡിനേക്കാളും പൊളിയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവരും ഇതുവരെ കണ്ട സ്ഥിതിക്ക് ലൈക്കും ഷെയറും ആ ബെൽ ബട്ടണും അടിച്ചങ്ങ് പൊട്ടിക്കണം. സബ്സ്ക്രൈബ് ചെയ്താലേ ബെൽ ബട്ടൺ വരൂ, അറിയാലോ. അതുപോലെ അറിഞ്ഞുകൂടാത്ത ഒരു മരമണ്ടന്മാർ എൻ്റെ വീഡിയോ കാണില്ല, അതെനിക്കറിയാം. സോ പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ട കുറച്ച് സ്പെഷ്യൽ മെൻഷൻസ് ഉണ്ട്. ഡിയർ ഗെയിമർ ഫൽക്കു, പപ്പു ഓർ ബാബു ബംഗാളി ഓർ മൈ ഡിയർ ഫ്രണ്ട് മുകിൽ നന്ദ്, എല്ലാവരെയും ഞാൻ അവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു. കാര്യം അവർ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ടിരുന്നു. യെസ്, ഒരു മാച്ചെങ്കിലും കളിക്കാൻ പറ്റുമോ? മാച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കളിച്ചു തുടങ്ങാം.
ലുഡോവിക് ഗില്ലി പാസ്. യമാലെ പാസ് ബാക്കിട് വലി. ഗില്ലി എടുത്തിട്ടുണ്ട്. ഗില്ലി പാസ് വലിയ പുല്ലി. ഗായ്സ് നെറ്റ് ഇഷ്യൂ ആണ്, പേടിക്കണ്ടേ. അടിമറ. ഈ മറഡോണയുടെ കാര്യം അവിടെ വെച്ച് അടിച്ച് സ്മൂത്തായിട്ട് കയറേണ്ടതായിരുന്നു. യമാലെ അടി. ഗായ്സ് നെറ്റ് ഇല്ലാത്തതിൻ്റെ ഇഷ്യൂ ആണെന്ന് അല്ലേ. ഇപ്പോൾ കുറച്ചുകൂടെ നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം അതും പോയി. അടി യമാലെ അടി യമാലെ അടി ജമാലെ കള്ള ജമാലെ. പാബ്ലോ തൂറെ ഗില്ലി അടിച്ചില്ല. ഗില്ലി അടി യമാലെ. ഗോൾ യമാലിൻ്റെ സെലിബ്രേഷൻ കണ്ടാ വെറും യമാലല്ലടാ, ജാമിൻ ജമാലിക്ക സൂപ്പറാ. ജമാലിക്ക വന്ന് അടിച്ചിട്ട് പോവാൻ ജമാലിക്ക ഇതേപോലെ നടക്കോട്ടല്ലോ. ജമാലിക്ക പെട്ടറി പാസിന്. ഗില്ലി വേണ്ടേക്കളയാ. അയ്യോ മതി. മെസ്സി പാസ് ടു മറഡോണ. ഗില്ലിക്കാണോ പാസ് കൊടുക്കുന്നത്? ഗില്ലി അടി. എടാ ഫസ്റ്റ് ടൈം ടച്ച് പാസ് ഷോട്ട് എടുക്കടാ. അടിക്കാൻ പറഞ്ഞ അമ്മമാർ ആരും അടിക്കൂല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതൊക്കെ എൻ്റെ ടീമിലുള്ള പ്ലെയേഴ്സ് അല്ലല്ലോ. കുണ്ടേ പാസിന് കുണ്ടേ. ജൂലസ്കുണ്ടേ. മോനെ ജമാലിക്കയ്ക്ക് ഒരു ഇതുമില്ല ഏട്ടാ. ജമാലിക്ക ഉറങ്ങി തൂങ്ങി കളിക്കുന്നു. ജമാലിക്കൊക്കെ പാസ് കൊടുള്ളേ. മറഡോണ ഗോഡ് ഓഫ് ഫുട്ബോൾ എന്നൊക്കെ പേരുണ്ട്. എന്നാലും ഗെയിമിൽ കളിക്കാൻ അറിഞ്ഞൂടാ എനിക്ക്. എൻ്റെ ഒറിജിനൽ സ്ക്വാഡിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാമേ. ഒറിജിനൽ സ്ക്വാഡ് ഇതൊന്നും അല്ല, ചക്ക അപ്പറ. അത് അതവിടെ കറങ്ങി ചുമ്മാ ഗില്ലി കിടന്ന്. എൻ്റെ അടുത്ത് ഇവിടെ ആരാ കറങ്ങാൻ പറഞ്ഞു. അവൻ കറങ്ങാൻ പോയിക്കൂടെ ഇടാ. നിനക്ക് കറങ്ങി എത്ര നേരം തരണം ഞാൻ? കോച്ചിങ്ങിന് വിളിക്കണ നിന്നെയൊക്കെ. ഇതൊക്കെ ഒറിജിനൽ ക്ലബ്ബായിരുന്നെങ്കിൽ അമ്മയൊക്കെ 2 തെറിയെങ്കിലും പറഞ്ഞെടുത്തായിരുന്നു അവിടെ. കാര്യം ഞാൻ ഒരു മാനേജറാവൂല അപ്പോൾ. എടാ ഗിർഗീസ്മാൻ അട്ടി. മെസ്സി ടീമിലുണ്ട്, പക്ഷെ കളിക്കില്ല എന്നുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ അലൗഡഡ് അല്ല. അതുകൊണ്ട് നമുക്ക് നേരെ കളി ഇറക്കാം. ഈ കളി ജയിക്കുമോ തോക്കുമോ? നിങ്ങൾ നേരത്തെ സ്കോർ അടിയിൽ കമൻറ്റ് പ്രഡിക്ഷൻ ജയിക്കടാക്ക് ഞാൻ ഒരു ചക്കപ്പൂഴിക്ക് ഗീവ് അവേ ചെയ്യാം. ചുമ്മാ പറഞ്ഞു. ഗീവ് അവേ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ നിങ്ങൾ ഗീവ് അവേ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. 50 സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ ഗീവ് അവേ ഉറപ്പ്. പിള്ളേന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഗീവ് അവേ ഞാൻ തരും. അടിക്കാൻ വിടല്ലേ ജമാലേ. ആരാ ഗോളി? ട്രസ്റ്റായി നല്ല ഗോളിയുണ്ട്, പേടിക്കട്ടെ. അവന്മാർ പാവുക്കുവറാസിയും ബാൾഡേനെയും കുണ്ടേനെയും കടന്നു പോയാലും ഗോളിച്ചായം വിടൂല. ഗൈസ് നെറ്റ് ഇഷ്യൂ ആണ്, പേടിക്കണ്ട. അലജാൻഡ്രോ ബൾഡേ. മെസ്സി മാർക്ക് ചെയ്തില്ല. കുബറാസി പെനാൾട്ടി അല്ലല്ലേ. പോട്ടെ ഫ്രീ കിക്ക് അടിച്ചോ. അവിടെ തന്നെ പിടിച്ച് ബാക്കി കൊണ്ടുവരുത്താം ഫ്രീ കിക്കിൻ്റെ സമയത്ത്. മറഡോണ
എടാ 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 യമാലേ അല്ല ജമാലേ, ജമാലാണോ യമാലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ലാമിൻ യമാൽ ഓർ ലാമിൻ ജമാൽ? Ludovic Gilly on floor with my Pedri. Alejandro Balde with my head rack. Balde വിടല്ലേ നെയ്മറെ. ഇനി ഒറ്റ ഓട്ടം മെസ്സി. ഈ ഗോമസ് വിടത്തില്ലേ. ഈ ഒരു സ്ക്വാഡ് വെച്ച് ഈ മാതിരി കളിയൊക്കെ കളിച്ച് ആ പാസിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ആ പാസില്ലായിരുന്നെങ്കിൽ അത് സ്മൂത്ത് ഗോളായിരുന്നു. ഈ എൻ്റെ ഒറിജിനൽ ഡിഫൻസ് ഇതല്ല. നല്ല നെറ്റും വേണം. ഇത് നെറ്റില്ലാത്ത സമയത്ത് ഞാൻ കളിക്കണം. സത്യം പറയട്ടാ, ബോറടിച്ചിരുന്നപ്പോൾ അയ്യോ നാളെ കണ്ടന്റ് ഇല്ലാതായിരുന്നപ്പോൾ വീഡിയോ ഇടാൻ തോന്നി എടുത്ത വീഡിയോ ആണിത്. ടൈമൊന്നും തീർന്നിരുന്നെങ്കിൽ എനിക്ക് നിർത്തിയിട്ട് പോകാമായിരുന്നു. എടാ അപ്പം ഇറങ്ങിപ്പോയാലും കളി ഇവിടെ തീരുവേ. മാർക്ക് ആൻഡ്രൂസ് ടെസ്റ്റഗൻ, പെഡ്രി പെഡ്രി പെഡ്രി, ലിയോ 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 ഒറ്റ ഓട്ടം ലിയോയ്ക്ക് ഓടാൻ അറിഞ്ഞുകൂടാ. ഗൈസ് ഇത് മറ്റേ ഞാൻ ഒരു 106 ലിയോ എടുക്കാൻ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അതെടുക്കാൻ 1800 കോയിൻസ് കൊടുക്കണം. ജമാലേ തട്ട്, ജമാലേ കുബറാസി പെഡ്രി കില്ലി അടിച്ച് ക്യാറ്റ് പിള്ള. ലുഡോവിക് ചില്ലി ലുഡോവിക് ചില്ലി ലുഡോവിക് ചില്ലി ലുഡോവിക് ചില്ലി. ദിസ് ഈസ് മാഡ്രിൻ ബൈ ലൈം ബ്രോ. ചങ്ങായി അടിച്ച് കയറ്റിയിട്ടുണ്ട്. ബാൾഡേ തട്ടിക്കള ബാൾഡേ. ബാൾഡേ ഇപ്പോൾ അനുസരണശീലമൊക്കെ ഉണ്ട്. വെളിയടിച്ചളഞ്ഞതിന് നല്ല നന്ദിയുണ്ട് ബാൾഡേ. കോർണറിനേക്കാളും നല്ലത് ഇതിന് സത്യം അല്ല, അതാണ് നല്ലത്. കോർണർ പിന്നെ തട്ടിയെങ്കിലും കളയാം. പക്ഷെ വാണ്ടേക്കിൻ്റെ തല എത്തി തട്ടാനും പറ്റൂല. കാലം കൊണ്ട് ഉടുക്കത്ത പൊക്കോ വാണ്ടേക്കിന് അറിയാലോ. പിന്നെ ഡിഫൻഡേഴ്സിന് പൊക്കം വേണ്ടേന്ന് ചോദിക്കണവന്മാർക്ക് സോറി, ഞാൻ വെറും പാപം. വരണേ. ഞാൻ ഈ വീഡിയോ ഇപ്പം നിർത്തുന്നില്ല, നിങ്ങളത് കണ്ടോ ഗൈസ്. ഇതാണ് ഈ കളിയുടെ അവസാനം. ഔട്ടർ എടുക്കാൻ പറ്റാത്തതിന് സോറി. ചില അൺനോയിങ് സൗണ്ട്സ് കേട്ടതിന് വിഷമമുണ്ടെങ്കിൽ ഒന്ന് തോന്നല്. പറ്റാത്തതുകൊണ്ട് അവസ്ഥ ഏതായിപ്പോയി. ഒരു സ്പീക്കറൊക്കെ ഹെഡ്ഫോൺസ് കിട്ടിയില്ല, ഇല്ലെങ്കിൽ ഞാൻ ഹെഡ്ഫോൺസ് വെച്ച വീഡിയോ എടുക്കും. സത്യം പറയട്ടെ ഉള്ളതായ. ഓക്കെ നമുക്കിത് അടി 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 കുബറാസി അടി കുബറാസി കുബറാസി ടു ബാൾഡേ, ബാൾഡേ ടു നെയ്മാർ, നെയ്മർ ജാർ നെയ്മർ ജാർ നെയ്മർ ജാർ നെയ്മർ ജാർ ടു മറ അടി മറ. ഗോൾ ഗോൾ ലാസ്റ്റ് മിനിറ്റ് ഓഫ് ദി മാച്ച് ഗോൾ 3-0. അപ്പം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ബാർസലോണയെ പൊട്ടിക്കാൻ വേറെ ഒരു ടീമില്ല, ഇനി ജനിക്കത്തുമില്ല, ഇനി വേറെ ടീം ഉണ്ടാവത്തുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.